ഇന്ന് നമ്മുടെ തേജുവിന് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ, പൊങ്കലായോണ്ട്. അപ്പൊ അവൻ ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകിട്ട് തന്നെയാട്ടാ നീച്ചിരിക്കണത്. അപ്പൊ ഇന്ന് നമ്മുടെ ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ്, നമ്മുടെ ചെടികളിലൊക്കെ ചെറുതായി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറെ പേര് ഇതിൽ പൂവിടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇതേ നാമം ചെല്ലണത് ഇങ്ങനെ കേൾക്കാണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം കിച്ചണിൽ ചെന്നു. അപ്പൊ ഇത് നൂൽപ്പിട്ടായിട്ട് ഉണ്ടാക്കണത് അതൊക്കെ ഞാൻ ഓൾറെഡി ആക്കിയിട്ടാണ് ഉമ്മർത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നത് ഈ ആവി പോണ നേരം കൊണ്ട്. അപ്പൊ അതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു, എല്ലാം പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നൂൽപ്പിട്ടിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കറി ആയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ ഗ്രീൻ പീസ് ഒക്കെ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് സബോളയും പച്ചമുളകും എല്ലാതും ഇത് അരിയിട്ടിട്ട്, എന്നിട്ട് സബോളയും പച്ചമുളകും തക്കാളിയും, ആദ്യം സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടായിട്ട് വൈറ്റ് ചെയ്ത് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനുശേഷമാണ് നമ്മൾ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയുടെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കണത്. മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ ഞാനിതില്. അതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ കുക്കറിലെ വിസിൽ കളഞ്ഞിട്ട് ഗ്രീൻ പീസ് ഇത് നന്നായി വേവിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഉടച്ചു കൊടുത്തു. പിന്നെ അപ്പുറത്ത് കാപ്പിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതേ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ ചെയ്ത്. ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇത് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിൻഷേട്ടനോട് പൊട്ടിച്ചേരുമെന്ന് പറഞ്ഞപ്പോൾ സുധചേച്ചിയുടെ അവിടെ നിന്നേക്ക് പൊട്ടിച്ചേരാട്ടെ, എനിക്ക് അങ്ങോട്ട് ഇപ്പം എത്തില്ലേ. അപ്പോൾ വിൻഷേട്ടനും അതേട്ടാ പൂവിട്ടത് കണ്ടിട്ടുണ്ട്. അതിൽ പൂവൊക്കെ ഉണ്ടാവുമോ എന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കണത്. പിന്നെ ഇത് എക്സസൈസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വിൻഷേട്ടത്തെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നൂൽപ്പിട്ടും കറിയുണ്ട്. പിന്നെ ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, രണ്ടെണ്ണം അതിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചോരാന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. പക്ഷേ വിൻഷേട്ട് ഇങ്ങനെ കഴിക്കണ്ടാകുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ചായ കുടിച്ചിട്ട് അടിച്ചോരാൻ വിചാരിച്ചിട്ട് വിൻഷേട്ടൻ്റെ ഒപ്പം തന്നെ അത് ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപ്പിട്ടും ഗ്രീൻ പീസ് കറി എടുത്തു, വിൻഷേട്ട് ഇത് ചപ്പാത്തിയായിട്ട് എടുത്തത്. നമ്മുടെ തേജപ്പനാണെങ്കിൽ ക്ലാസ്സിലെത്തോണ്ട് നല്ല ഉറക്കാണ്. പിന്നെ ഞാൻ വേഗം നമ്മൾ അടിച്ചോരി തുടക്കി അങ്ങനത്തെ പണിയിലേക്ക് കിടന്നു കേട്ടോ. ഉച്ചയ്ക്കുള്ളത് വെക്കാണ്ട്, അത് കൂളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ വിൻഷേട്ടന് പോവാറായിട്ടുണ്ട്. ഞാനും തേജു ഇതേ കുളിച്ചു, തേജുവിനെ ഏൽപ്പിച്ചു വിട്ടു. അങ്ങനെ എന്റെയും തേജുവിനെയും കുളി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. വിൻഷേട്ടൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നോട്ടിട്ട് ബാക്കി പണിക്കാർ വരും. കുറേ പേര് ചോദിച്ചു, ചേച്ചി ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേന്ന്. അപ്പോൾ നമുക്ക് മുറ്റത്ത് ഗ്യാപ്പിൽ ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോളിഷിനുള്ളവരാട്ടോ വന്നിരിക്കണത്. അപ്പോൾ അവർ ഇതേ വന്നു, വിൻഷേട്ടൻ പോയിട്ടാ. പിന്നെ നമ്മുടെ തേജപ്പന് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. വിൻഷേട്ടൻ പോണ കാരണം ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് വിൻഷേട്ടനെ യാത്രയാക്കിയിട്ട് ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ തേജുവിന് ഇതേ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് അവൻ്റെ മുടിയൊക്കെ ചീകി കൊടുത്തു കേട്ടോ. ഇതേ നമ്മുടെ മേക്കപ്പ് സ്റ്റാൻഡൊക്കെ ഒന്ന് റെഡി ആക്കാറായിട്ടുണ്ട് കേട്ടോ. ആകെ മൊത്തം അലമ്പായിട്ടാണ് കിടക്കുന്നത്. അതായത് ഉപയോഗിച്ച ക്രീമുകളും ഉപയോഗിച്ച് കഴിഞ്ഞ ക്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കളയാറായിട്ടുണ്ട്. അതിന് ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ കളയാന്ന് വിചാരിച്ചിട്ടായിട്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ തേജപ്പൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോയിട്ട് ഇതേ തിരിച്ച് വരികയാണ് കേട്ടോ. ഇവിടെയൊക്കെ പോളിഷ് ചെയ്ത കാരണം അവിടെ ചവിട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരിതേ തേജുവിന് അപ്പുറത്തുനിന്ന് മതിലുമെന്ന് ഇതേ ഇങ്ങനെ ഇറക്കി തന്ന് കുട്ടി ഇതേ ഗ്യാപ്പ് കൂടെ നമ്മുടെ വീട്ടിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഇതേ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ഇപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.